നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇപ്പോൾ ചെറുപഴങ്ങളുടെ വില വീണ്ടും കുതിച്ചു വരികയാണ്. അതേസമയം ഏത്തയ്ക്കയുടെ വില അതേപോലെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. 30-35 ഇപ്പോൾ ഏത്തയ്ക്ക വിപണികളിൽ ഓടുന്നത്. കർഷകർക്ക് തീരാ ദുഃഖവും. പൂവൻകൊല ഇപ്പോൾ വിപണിയിൽ ഓടുന്നത് 30 മുതൽ 50 രൂപയാണ് പച്ചയ്ക്ക്. അതേസമയം പാളയത്തോടൻ 17 മുതൽ 25 വില കൂടുന്നുണ്ട്. റോബസ്റ്റ നല്ല വിലയായി. ഇപ്പോൾ 20 മുതൽ 30 രൂപയാണ് റോബസ്റ്റ വില, അതായത് പച്ചച്ചിങ്ങൻ വില. ഞാലിപ്പൂവൻ അതേസമയം 50 മുതൽ 60. കല്യാണ സീസണും മറ്റും ഉത്സവ സീസണും ആയതോടുകൂടി ചെറുപഴങ്ങൾക്ക് ഡിമാൻഡ് കൂടുകയാണ്. അതായത് 50 മുതൽ 60 രൂപയാണ് പച്ച ഞാലിപ്പൂവിനെങ്കിൽ ഇപ്പോൾ 80 രൂപയെങ്കിലും ഞാലിപ്പൂവിന് വില കൊടുക്കണം. ഞാലിപ്പൂവിന് 100 രൂപ മുകളിൽ പോയിരുന്നു പഴത്തിന്. മിക്ക ആൾക്കാരും നല്ല രീതിയിൽ കൃഷി തുടങ്ങാൻ കൂടി ഇടയ്ക്ക് വെച്ച് ഞാലിപ്പൂവിൻ്റെ വില കുറഞ്ഞു. വീണ്ടും ഇപ്പോൾ കൂടുകയാണ് ഞാലിപ്പൂവിൻ്റെ വില. ഏത്തയ്ക്കയുടെ വില കുറയാൻ കാര്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ ഏത്തയ്ക്ക ഇവിടെ നമ്മുടെ നാട്ടിൽ എത്തുന്നുണ്ട്. കിലോയ്ക്ക് ഇപ്പോൾ 25 രൂപ, അതായത് 100 രൂപയ്ക്ക് 4 കിലോ വെച്ചാണ് ഇപ്പോൾ പച്ച ഏത്തയ്ക്ക കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ പഴുത്താൽ ഏത്തപ്പഴം മറ്റും കടകളിൽ നിന്ന് ധാരാളം കിട്ടുന്നത്. ചായക്കടകളിലും മറ്റും ഏത്തയ്ക്ക അപ്പം കിട്ടുന്നത് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഏത്തപ്പഴം കിലോയ്ക്ക് 25 രൂപ വെച്ച് മേടിച്ചാൽ വൻ ലാഭമാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നവർക്ക്. അഞ്ചലിലേറെ കാർഷിക വിപണിയിൽ 6/1/2026 നിന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം. പയർ കിലോ 70, പാവയ്ക്ക കിലോ 80, പടവലം കിലോ 50, കോവയ്ക്ക കിലോ 45, കുമ്പളം കിലോ 70, മത്തൻ കിലോ 30, ചുരയ്ക്ക കിലോ 20, വെള്ളരി കിലോ 25, കത്തിരി കിലോ 40, വെണ്ടയ്ക്ക കിലോ 70, പപ്പയ കിലോ 30, മുളക് കിലോ 300. കാന്താരി അവിടെ മോഹവില ഇപ്പോഴത്തന്നെ 400 രൂപ. പാഷൻ ഫ്രൂട്ട് 70, കുക്കമ്പർ കിലോ 35 മുതൽ 40, മരച്ചീനി കിലോ 25, വാഴക്കൂമ്പ് ഒരു പീസ് 8 രൂപ, ഇഞ്ചി പൈനാപ്പിൾ 80, നാളികേരം 70, ചക്ക കിലോ 25, തടിയങ്കായ 15, ചീര ചുവപ്പ് 50, ചീര പച്ച 40, ചേന 37 മുതൽ 40 രൂപയാണ് അവിടെ വില പോയത്. ചേമ്പ് കിലോ 55, കാച്ചിൽ കിലോ 50 മുതൽ 55, കിഴങ്ങ് കിലോ 55, കോഴിമുട്ട ഒരു പീസ് 8, ഏത്തൻ കിലോ 30 മുതൽ 35, കപ്പക്കിലോ 55 മുതൽ 65, പൂവൻ കിലോ 30 മുതൽ 50, പാളയൻ 17 മുതൽ 25, റോബസ്റ്റ 20 മുതൽ 30, ഞാലി 50 മുതൽ 60, പുഴുവക്കായ 2400. നമ്മുടെ നാട്ടിൽ പേരക്ക വിളയുന്നതിന് മുമ്പ് തന്നെ വവ്വാലും മറ്റും പക്ഷികളത് ഭക്ഷിക്കുകയാണ്. അതായത് ഇത്രയും പ്രതികൂല കാലാവസ്ഥ ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊള്ളുന്ന കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട്. അവർക്ക് ആധുനിക യന്ത്രസാമഗ്രികൾ സൗജന്യമായി കൊടുക്കുകയും വേണം. യന്ത്രസാമഗ്രികൾ സൗജന്യമായി കൊടുത്താൽ വീണ്ടും അവർ ആത്മാർത്ഥമായി കൃഷിയിലേക്ക് ഇറങ്ങും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.